വിഭാഗങ്ങളുടെ സർക്കാരിന്റെ വിവേചനം. അനുവദിച്ച 5% മാർക്ക് ഇളവിൽ പോലും സർക്കാർ കൈകടത്തിയതോടെ നൂറുകണക്കിന് പേരുടെ ഭാവിയാണ് തുലാസിലായിരിക്കുന്നത്. ഇത് കേരള സർക്കാർ 2014 ഒക്ടോബർ 15 പുറപ്പെടുവിച്ച ഉത്തരവാണ്. ഇതിൽ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾക്കുള്ള KTet പരീക്ഷയിലെ യോഗ്യതാ മാർക്കിൽ SC, ST, OBC വിഭാഗങ്ങൾക്ക് മിനിമം മാർക്കിൽ 5% ഇളവ് അനുവദിച്ചായി ഉത്തരവായിരിക്കുന്നു. അതായത് ആകെ 180 മാർക്കിൽ നടത്തുന്ന പരീക്ഷയിൽ ജനറൽ വിഭാഗത്തിൽ 90 മാർക്ക് വേണ്ടപ്പോൾ SC, ST, OBC, PH വിഭാഗങ്ങൾക്ക് യോഗ്യതയ്ക്കായി 82 മാർക്ക് മതിയാകുമെന്ന നിർദ്ദേശം. എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കിയ അധികൃതർ യോഗ്യതാ മാർക്കായ 90-ൽ നിന്നാണ് 5% കുറച്ചത്. ഫലത്തിൽ നേരത്തെ 82 മതിയെങ്കിൽ നടപ്പാക്കിയനുസരിച്ച് സംവരണ വിഭാഗക്കാർക്ക് യോഗ്യതയ്ക്കായി 85 മാർക്ക് കിട്ടണം. 3 മാർക്കിന്റെ വ്യത്യാസം വന്നതോടെ സംസ്ഥാനത്ത് 100 കണക്കിന് പേർ അധ്യാപക പരീക്ഷയിൽ അയോഗ്യരായി. ഇതോടെ KTet പരീക്ഷയിൽ യോഗ്യത നേടിയിട്ടും സാങ്കേതികമായി അയോഗ്യരായവർ പലതവണ ഓഫീസുകൾ കയറിയിറങ്ങി തങ്ങളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് അപേക്ഷിച്ചു. ഒടുവിൽ 2017 മാർച്ച് 13-ന് സർക്കാർ ആദ്യത്തെ ഉത്തരവിൽ അല്പം കൂടി വ്യക്തത വരുത്തി ഉദ്ദേശിച്ചത് 82 മാർക്ക് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. പക്ഷേ ഈ ഉത്തരവിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കില്ലെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. ഇതോടെ 2014-ലും 15-ലും 16-ലും പരീക്ഷ എഴുതി 82 മാർക്കിനും 85 മാർക്കിനും ഇടയിൽ നേടിയ സംവരണ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളെല്ലാം സർക്കാരിന്റെ ഒറ്റ ഉത്തരവിലൂടെ പൂർണ്ണമായി ഇരുട്ടിലായി. മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിട്ടുണ്ട്, നിരന്തരം ഞങ്ങളുമായി ബന്ധപ്പെടുന്ന MLA-മാരെ കണ്ടിട്ടുണ്ട്. അതൊന്നും പരിഗണിക്കാൻ ഇവിടെയുള്ള LDF സർക്കാർ തയ്യാറായിട്ടില്ല. അതിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ല. ഏകദേശം ഇപ്പോൾ 3-4 പ്രാവശ്യം OBC കമ്മീഷന്റെ സിറ്റിംഗ് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ നീതി ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അധ്യാപകരായിട്ട് നിയമനം കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ പിരിഞ്ഞു പോകേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെയ്യും. അത് ഒരുപാട് അധ്യാപകന്മാരെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യം കൂടിയാണ്. ഈ പ്രശ്നത്തിൽ പരാതി പറഞ്ഞവരോട് വിഷയം പഠിക്കട്ടെ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ ഇത്ര നാളായും പറഞ്ഞത്. എഴുതിയ പരീക്ഷയുടെ കാലാവധി അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതാണ് ഉദ്യോഗാർത്ഥികളുടെ ഇപ്പോഴത്തെ ആശങ്ക. ഒരു വശത്ത് സംവരണം നൽകുന്നതിന്റെ പെരുമ പറയുകയും മറുവശത്ത് കഴിയുന്നത്ര പേരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുകയുമാണ് സർക്കാർ സംവിധാനത്തിന്റെ പ്രധാന ഉദ്ദേശമെന്നത് ഇതിലൂടെ വ്യക്തം. റോബിൻ മാത്യു മറ്റത്തിൽ, ജയ്ഹിന്ദ് ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പൊന്നാനി